സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് മുഖത്ത് ചായം തേച്ച് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്ന ഈ പെൺകുട്ടികളുടെ അവസ്ഥ ഗതികേടാണ്. ജനാധിപത്യത്തിൽ പുറത്തെടുക്കാൻ കഴിയുന്ന എല്ലാ സമരായുധങ്ങളും അവർ പുറത്തെടുക്കുകയാണ്. ഇനി 6 ദിവസം മാത്രമാണ് PSC റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ അവശേഷിക്കുന്നത്. അതിനു മുൻപ് അവശേഷിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും നിയമനം ലഭിക്കണം. സമരശൈലികൾ പലത് പുറത്തെടുത്ത വനിതാ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് ഇന്ന് മുഖത്ത് ചായം തേച്ചു. അവരുടെ ദുഃഖത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ, സഹന സമരത്തിന്റെ നിറമാണ് ഈ മുഖത്ത് പുരണ്ടത്. പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടും നിയമനം നിഷേധിക്കപ്പെട്ട ഗതികേട് മൂകാഭിനയമായി സെക്രട്ടേറിയറ്റ് നടയിൽ അവർ അവതരിപ്പിച്ചു. നമ്മുടെ പ്രതീക്ഷയായിരുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള ലൈഫ് തന്നെ നമുക്ക് ജോലിയാണ്. അച്ഛൻ കൂലിപ്പണിയാണ്, പിന്നെ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയാണ് അങ്ങനെ പഠിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഒരുപാട് വീട്ടിൽ 2 പേരും പ്രതീക്ഷ വെച്ചിട്ട് ഇപ്പോൾ 2 പേർക്കും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ദയനീയമാണ്. അവരുടെ വിഷുവും ഈസ്റ്ററും ഈ തെരുവിലാണ്. അവരുടെ പ്രാർത്ഥന സർക്കാരിനോടാണ്. ഭരണസ്ഥിരാ കേന്ദ്രത്തിനു മുന്നിൽ അവരുടെ കണ്ണീർത്തുള്ളികൾ വീണുകൊണ്ടേയിരിക്കുന്നു. അവധി ആഘോഷിക്കുന്ന അധികൃതർ ഈ വേദന കാണണം. കാരണം ജോലി കിട്ടിയിട്ടേ വരൂ, ഞങ്ങളെ സർക്കാർ ചതിക്കില്ല, ഞങ്ങളെ കൂടെ സർക്കാരുണ്ട്, ഞങ്ങളെ സർക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കോട് വണ്ടി കയറിയത്. ഞങ്ങളുടെ വിഷു ഈ തെരുവിലാണ്. എല്ലാവരും വിഷു മനസ്സറിഞ്ഞ് ആഘോഷിക്കുമ്പോൾ ഞങ്ങളിവിടെ ഞങ്ങൾ കണ്ണീര് കൊണ്ട് ആഘോഷിക്കുമല്ല, കണ്ണീരിൽ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കും. കിടന്നുരുണ്ടും ഉപ്പുകല്ലിൽ കാൽമുട്ടമർത്തിയും കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചും അവർ നിങ്ങളോട് പ്രാർത്ഥിച്ചു. ഒറ്റ അപേക്ഷ മാത്രം: 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പെൺകുട്ടികളോട് കനിയണം. ഇല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ട ജോലി എന്നേക്കുമായി നഷ്ടമാകും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.